പൂരവർത്തമാനത്തിലെ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും അധികം ദൂരെയല്ലാതെ ചിയാരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശിവൻ, വിഷ്ണു, ഭഗവതി 3 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്. 3 പേർക്കും വട്ട ശ്രീകോവിലുമുണ്ട്. കൂടാതെ ഇടംപിരി ഗണപതിയും വലംപിരി ഗണപതിയും തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. കാരമുക്ക് എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നതിലും പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖരമഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ പണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഖരൻ എന്നൊരു മഹർഷി, ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇവിടെ തപസ് ചെയ്തിരുന്നത്രേ. പരശുരാമൻ പ്രതിഷ്ഠിച്ച ഭഗവതി പ്രതിഷ്ഠയ്ക്ക് ശേഷം മറ്റ് പ്രതിഷ്ഠകൾ നടത്തിയത് ഖരമഹർഷിയാണ്. അതുകൊണ്ട് ഖരൻ തപസ് ചെയ്ത സ്ഥലം ഖരമുക്ക് എന്നറിയപ്പെട്ടു. കാലക്രമേണ ഈ ഖരമുക്ക് കാരമുക്കായി. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. രാവണ സഹോദരിയായ ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തിയ ലക്ഷ്മണനെ എതിരിടാനായി രാവണൻ്റെ അർദ്ധ സഹോദരനായ ഖരൻ ഇവിടെ എത്തിയെന്നാണ്. ഒരുപാട് കാലം ഖരനും ലക്ഷ്മണനും തമ്മിൽ അതിഘോര യുദ്ധം നടന്നു. ഒടുവിൽ പരാജിതനായ ഖരൻ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിലേക്ക് ചെന്നെത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഖരൻ മുങ്ങിക്കിടന്ന സ്ഥലം, മുറിവുകളുമായി ഖരൻ മുങ്ങിക്കിടന്ന സ്ഥലമാണ് ഖരമുക്ക് എന്നറിയപ്പെട്ടു. പിന്നീട് ആ ഖരമുക്കാണ് കാരമുക്കായി എന്നാണ് വേറൊരു ഐതിഹ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവണൻ്റെ അർദ്ധ സഹോദരനായ ഖരൻ ലക്ഷ്മണനാൽ പരാജയപ്പെട്ടതിന് ശേഷം ശരീരത്തിലേറ്റ മുറിവുമായി ഇവിടെയാണ് മുങ്ങിക്കിടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഖരൻ മുങ്ങിക്കിടന്ന സ്ഥലമാണ് ഖരമുക്കായതെന്ന് പറഞ്ഞു. അതുകൂടാതെ വലിയൊരു പ്രത്യേകത കൂടി ഈ കുളത്തിനുണ്ട്. കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഈ കുളത്തിനുണ്ട്. ശക്തൻ തമ്പുരാൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇവിടെ അടുത്തുള്ള മാലിയേക്കൽ തറവാട്ടിലായിരുന്നു. ആ സമയത്ത് കുളിക്കാനെത്തിയത് ഇവിടെയാണെന്നും അറിയപ്പെടുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. മേളപ്പെരുമയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഘടകപൂരമാണ് കാരമുക്ക് ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് നടപ്പാണ്ടിയോടെ കുളശ്ശേരി അമ്പലത്തിൽ നിന്നാണ് ഭഗവതി പുറപ്പെടുന്നത്. തുടർന്ന് 8 മണിയോടെ മണികണ്ഠനാലിലെത്തുന്നു. അവിടുന്ന് പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുന്നാഥനെ തൊഴുതു മടങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് വരുന്നു. പിന്നീട് കുളശ്ശേരി അമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുന്നു. പിന്നീട് വൈകുന്നേരം പഞ്ചവാദ്യ അകമ്പടിയോടെ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും നടുവിലാലെത്തുന്നു. നിലപാട് തറ പ്രദക്ഷിണം ചെയ്ത് ഭഗവതി കാരമുക്കിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം നടക്കുന്ന ഉത്രം വിളക്കാണ്. ഉത്രം വിളക്കോടെ ഒരു വർഷത്തെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഇനി തൃശ്ശൂർ പൂരത്തിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും കാരമുക്ക് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കാണാൻ കാത്തിരിക്കുകയാണ്. കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി സുരേഷ് ബാബുവാണ് നമ്മോടൊപ്പം ഉള്ളത്. കുട്ടിക്കാലം തൊട്ട് ഈ അമ്പലം പരിചയമുണ്ടോ? എങ്ങനെയാണ്? ഞാനിപ്പോൾ ഒരു 20 വർഷമായിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രോപദേശക സമിതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. കുറച്ചു കാലം ട്രഷറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-600 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ കാരമുക്ക് ഭഗവതി എന്നുള്ള ഇവിടെ ഒരു പേര് വന്നത് തന്നെ ഇവിടെ ആദ്യം ഗരമഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു. ആ ഗരമഹർഷി പിന്നെ ഗരമുക്കായി, പിന്നീട് കാരമുക്കായിട്ട് രൂപാന്തരപ്പെട്ടു എന്നാണ് ഐതിഹ്യം പറയണത്.
പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ സാധാരണ എല്ലാ ഘടകപൂരങ്ങളുടെ മാതിരി തന്നെ നമ്മൾ 7 ദിവസം മുമ്പോട്ട് കൂടി കയറുന്നു. അതിനുശേഷം പൂരം വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. മേള കലാകാരന്മാരായാലും പഞ്ചവായത്തിൻ്റെ ആൾക്കാരായാലും എല്ലാവരും ആയാലും നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേളങ്ങൾ നടത്താറ്. പിന്നെ 7 ദിവസം കൊടിയേറുന്നതിൻ്റെ ഇടയിൽ 3 ദിവസം കലാപരിപാടികളുണ്ട്. പിന്നെ പൂരം കൊടിയിറങ്ങുന്നതോടുകൂടി പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊടിയിറങ്ങുന്നതോടുകൂടി നമ്മളിവിടെ ഒരു ആറാട്ട് കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആറാട്ടുകഞ്ഞി നമ്മൾ കഞ്ഞി, മുതിരപ്പുഴുക്ക്, അച്ചാറ്, പപ്പടൊക്കെ ആയിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും നാട്ടുകാരൊക്കെ കൂടി വന്നിട്ട് 500-600 പേർക്ക് ആറാട്ട് കഞ്ഞി. അത് അന്നത്തെ ദിവസം മാത്രം, ഈ കൊടി ഇറങ്ങുന്ന ദിവസം മാത്രം ഒരു ആറാട്ട് കഞ്ഞി. അതോടുകൂടിയാണ് നമ്മൾ കൊടി ഇറക്കി പൂരത്തിൻ്റെ പരിപാടികൾ സമാപിക്കുന്നത്. ഇപ്പോൾ പൂരം വരാനായില്ലേ, തുടങ്ങിയോ തയ്യാറെടുപ്പുകളൊക്കെ? തയ്യാറെടുപ്പിൽ തുടങ്ങണം. ഇപ്പോൾ പെയിൻറ്റിങ് തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദേവസ്വം ബോർഡായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ, അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 30-ാം തീയതി വൈകിട്ടാണ് നമ്മുടെ കൊടിയേറ്റം വരിക. ഏപ്രിൽ 30-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം ഉണ്ടാകും. കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സുന്ദരൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. പൂരം അടുത്ത് വന്നു, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്? തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അമ്പലത്തിൻ്റെ നവീകരണം, പെയിൻറ്റിങ്, മറ്റുള്ള ശുദ്ധീകരണ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദിവസങ്ങൾ അധികം ഇല്ലല്ലോ, അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. അവരായിട്ട് സഹകരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, പല കാര്യങ്ങളായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇനിയും പോരാ, ഇനിയും വീണ്ടും ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കുളം, അമ്പലത്തിൻ്റെ കുളമാണ്, അതിപ്പോൾ നവീകരണം ഇതിൽ പൂർത്തിയായി, നല്ല മനോഹരമായിട്ടുണ്ട്. അത്തി, ഇത്തി, അരയാൽ, പേര എന്നീ 4 നാൽപ്പാമരങ്ങൾ ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകതയും കൂടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 4 നാൽപ്പാമരങ്ങളിലൂടെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂർ മറ്റ് ക്ഷേത്രങ്ങളിലായിരിക്കാം, നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. വേറെ മറ്റുള്ള അകലങ്ങളിലുള്ള ക്ഷേത്രങ്ങളുണ്ടോയെന്ന് അറിയില്ല. ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അത്. പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള വേറൊരു കാര്യം പറയാൻ, നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ 3 വട്ടശ്രീകോവിലുകളാണുള്ളത്. അത് അപൂർവം ക്ഷേത്രങ്ങളിലാണ് അത് ഉണ്ടാവുള്ളൂ. 3 വട്ടശ്രീകോവിലുകൾ ഉള്ളൊരു ക്ഷേത്രമാണ് അത്. അതുപോലെ തന്നെ ഗണപതിയുടെ 2 പ്രതിഷ്ഠയുണ്ട്, വലംപരി, ഇടംപരി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 പ്രതിഷ്ഠകളുണ്ട്. പൂരവർത്തമാനത്തിൽ അടുത്ത ദിവസം വേറൊരു ഘടകപൂരവുമായി കാണാം.